നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞ കൊടുമല കുഞ്ഞി കുങ്കിയുടെ കഥയുടെ തുടർച്ചയാണ്. കൊടുമല കുഞ്ഞി കുങ്കി ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? കൊടുമല കയറിപ്പോയി ഉദയനൻ ഊഴം പറയാൻ ചെന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുമല കയറിപ്പോയി കിണറ്റിൽ ചെന്ന് വീണു. കിണറ്റി ചാടി. അതാണ് കുഞ്ഞു കണ്ടാച്ചേരി ചാപ്പന്നെ ഓടിച്ചിട്ട് ചെന്ന് മുന്തിയിടാൻ നോക്കുമ്പോഴത്തേക്കും കുങ്കി ചാടി. അവിടെ നിന്ന് അവർ രണ്ടുപേരും കൂടി കുങ്കിയെ രക്ഷിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് മറ്റൊരു വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഇതിൽ പരിക്കൊക്കെ പറ്റി അവിടെ എങ്ങും പോവാതെ കണ്ട് കവലുണ്ടായിട്ട് മാത്രമല്ല ഉടൻ തന്നെ ഈ കണ്ടാച്ചേരി ചാപ്പൻ പറഞ്ഞു, ഒരു വടിയിൽ ഒതുങ്ങാത്ത പെണ്ണ് എത്ര വലിയ കൊമ്പനാനയെയും ഒരു രണ്ട് ചാൺ മുഴുവൻ വേളമുള്ള വടി കൊണ്ടല്ലേ പാപ്പാൻ ഒതുക്കുന്നത്. ഈ അഹങ്കാരി ഒതുക്കുക ഉദയനകുറുപ്പേ, തൻ്റെ കയ്യിൽ സൂത്രമൊന്നുമില്ലാടോ. ഓ, എന്ത് സൂത്രം എന്ന് പറഞ്ഞു. അപ്പം കണ്ടാച്ചേരി പറഞ്ഞു, നല്ലൊരു വെള്ളിക്കോല് പോലുള്ളൊരു വടിയങ്ങ് എടുക്കുക. ആനയ്ക്ക് വെള്ളിക്കോലെങ്കിൽ കുങ്കിക്ക് കാട്ടുകോല് എന്നും പറഞ്ഞു. അതുപോലെ നല്ലൊരു വടി അങ്ങോട്ട് മേടിച്ചു. എന്നിട്ടെന്താ അവിടെ ചെന്നിട്ട് ഈ കൊടുമല കുങ്കിയോട് പറഞ്ഞു, നീ അവളെ അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് 14 മുഴകൾ പട്ടിച്ചുട്ടിട്ടല്ലേ ഓടിപ്പോകുന്നത്. 14 മുഴ നീളമുള്ള പട്ട് വാങ്ങിച്ച് ഇവിടെ അവിടെ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് ഉദയനക്കുറുപ്പ് നേരത്തിന് മാത്രം ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാടാക്കി അവളെ പിടിച്ച് കെട്ടിയിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കണ്ടാച്ചേരി വന്നപ്പോൾ തച്ചോളി മേപ്പയിൽ കുങ്കി എന്ത് പറഞ്ഞു? അഹങ്കാരം പറഞ്ഞു ഉദയനെ കുറിച്ച്. എന്നിട്ട് പറഞ്ഞു, അയ്യോ തച്ചോത്തുമേപ്പയിൽ വീട്ടിലെ കുറുപ്പന്മാർക്ക് കാശിന് വശമില്ല അല്ലേ കണ്ടാച്ചേരി ചാപ്പാ. അതുകൊണ്ടാണല്ലേ ഇവർ പെണ്ണുങ്ങൾക്ക് എണ്ണ തേക്കാൻ കൊടുക്കാനും മുഴം പറയാനും കാശില്ലാഞ്ഞിട്ടല്ലേ ഈ 14 മുഴം ചേലയ്ക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കണേ. നാണല്ലിലോടോ തൻ്റെ കുറുപ്പിനും തൻ്റെ ആശാനും തൻ്റെ തമ്പ്രാനും ഒക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. വേഗം അപ്പം അന്ന് കാവിൽ ചാത്തോത്താണ് ഉദയനക്കുറുപ്പ് താമസിക്കുന്നത്. വേഗം ചാപ്പാൻ കാവിൽ ചാത്തോത്ത് ചെന്നു. കുറുപ്പേ, ഞാനിപ്പോൾ കൊണ്ടുപോയിട്ട് ഈ 7 മലയ്ക്കകത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കണം എന്നാണ് ഉദയനൻ പറഞ്ഞേക്കണേ കുങ്കിയെ. അങ്ങനെ 7 മല കീച്ചി വച്ചേക്കാണ് ഞാൻ. പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ 14 മുഴം ചേലയ്ക്ക് കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവൾ പറയണേ ഉദയനക്കുറുപ്പിനെ ഊഴം പറയാനും എണ്ണയ്ക്ക് കൊടുക്കാനും പെണ്ണുങ്ങൾക്ക് എണ്ണയ്ക്ക് കൊടുക്കാനും കാശില്ലാത്തതുകൊണ്ട് അവളെ പിടിച്ച് കെട്ടിയിട്ടേക്കണേന്ന് ഉടൻ തന്നെ പറയുന്നുണ്ട്. ഓമന കുഞ്ഞോദയനം ഇങ്ങോട്ട് വന്നിട്ട് വടി കൊണ്ടിഞ്ഞ് വന്നിട്ട് ഇവിടെ ഊട്ടുപാട്ടം അങ്ങോട്ട് അടിച്ചു. ഇവൾക്ക് ഇത്ര അഹങ്കാരം എന്നെ പറയാൻ എന്നുള്ള മട്ടിൽ നല്ല അടി അങ്ങോട്ട് അടിച്ചോടുകൂടി അടി കൊണ്ടിട്ട് എന്തിനു പറയണു, അവിടെ അങ്ങോട്ട് ബോധം കെട്ട് വീണോള്. ബോധം കെട്ട ഓളം അങ്ങോട്ട് കെട്ട് വീണ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉദയനക്കുറുപ്പിന് ഇവളെ കാനിഞ്ഞപ്പോൾ ഉടനെ മരിച്ചു പോകുകയാവോ എന്ന് വിചാരിച്ചിട്ട് വേഗം കണ്ടാച്ചേരിയെ പറഞ്ഞു വെച്ചിട്ട് വൈദ്യരെ വരുത്തി. വൈദ്യർ വന്ന് പരിശോധിച്ച് എല്ലാം തെളിയി. ഇവൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഊരാളി വീട് എന്നാണ് പറയുന്നത്. ഊരാളി വീട്ടിൽ വന്ന് നോക്കി കുങ്കിയെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, കുഞ്ചോദയന നല്ല അടിയെ താൻ കൊടുത്തേക്കണം. മർമ്മ നോക്കിയാണ് അടിച്ചേക്കണത്. അതുകൊണ്ട് കൊടുമല വാണുള്ള കുങ്കിയമ്മ നല്ല ആരോഗ്യവതിയൊക്കെ ആണെന്നുണ്ടെങ്കിലും കുങ്കിക്ക് ഇനി ശരീരം സുഖമായി വരണം എന്നുണ്ടെങ്കിൽ കുങ്കിനെ പാത്തിയിലിടുക വേണം. എണ്ണപ്പാത്തിയിലിടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ഒരു ചികിത്സാ വിധിയാണ്. പല ഔഷധക്കൂട്ടുകളൊക്കെ ഇട്ടുള്ള കാച്ചിയ എണ്ണ പാകത്തിന് ചൂടോടുകൂടി വലിയ മരം കൊണ്ടുള്ള ഒരു വഞ്ചി പോലെയുള്ളൊരു പാത്തി, ആ എണ്ണയിൽ തല പൊക്കി വെച്ചിട്ട് ഈ എണ്ണപ്പാത്തിയിൽ കിടക്കുക. അപ്പോൾ ഈ മരുന്നൊക്കെ ശരീരത്തിൽ പിടിച്ച് ശരീരം നന്നായി വരും, കേടുപാടുകൾ തീർന്നു വരും, വേദന വിഷമങ്ങളൊക്കെ മാറി വരും. അതുകൊണ്ട് കുങ്കിക്ക് അടി കൊണ്ട് ഊപ്പാടായിപ്പോയി. കുങ്കി ഇനി എണ്ണപ്പാത്തിയിൽ ഇടണം എന്ന് പറഞ്ഞു. എണ്ണപ്പാത്തി അപ്പോൾ ഒരാൾക്ക് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കാൻ വലിയ പലതരം പാത്തികളുണ്ട്. 2 പാത്തികൾ, 2 ആൾക്ക് കിടക്കാവുന്ന അത്ര വലുപ്പമുള്ള പാത്തികളിലെ എണ്ണ പാകത്തിനൊക്കെ. ആ എണ്ണ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള വഴികളുണ്ട്.
സൂത്രങ്ങളൊക്കെ ഉണ്ട്. എണ്ണ കാച്ചിട്ട് എണ്ണ പാത്തി ഉണ്ടാക്കി വേഗം പാത്തി കെട്ടി കങ്കി എടുത്ത് പാത്തിക്കകത്തിട്ട് പാത്തിക്കകത്ത് ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും ഉദയനക്കുറുപ്പ് ഇങ്ങനെ 3 മാസം അവിടെ തന്നെ താമസിച്ചു. ഈ പാത്തിയെ കിടക്കുന്ന കുങ്കി മയങ്ങി വരുന്നുണ്ട്, മെരിഞ്ഞി വരുന്നുണ്ട്, അവളുടെ സൂക്കടൊക്കെ മാറി വരുന്നുണ്ട് എന്ന് നോക്കി. അങ്ങനെ അവർ തമ്മിൽ അവിടെ അടുപ്പായി. അങ്ങും ഇങ്ങും കണ്ട ഉദയനക്കുറുപ്പിന് അവളോടും അവൾക്ക് ഉദയനക്കുറുപ്പിനോടും ഒരു ചെറിയ പ്രണയം. അങ്ങനെ വന്ന ഒരു ദിവസം ഉദയനക്കുറുപ്പ് എന്ത് പറഞ്ഞു, പാത്തിക്കിരിയെ കൂട്ടി വരും. ഈ പാത്തിയിലിടുന്ന ആ ചികിത്സാരീതി ചെയ്യുന്ന വൈദ്യരെയാണ് പറയുന്നത് പാത്തിക്കിരി. ഈ ഡോക്ടർ എന്നുള്ളതിന് നാട്ടിൻപുറത്ത് പറയുന്ന പണ്ടത്തെ ഭാഷയാണ് പാത്തിക്കിരി. ആ പാത്തിക്കിരിയെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ കുഞ്ഞോദയനൻ ചോദിച്ചു, പാത്തിക്കിരിയെ കൊണ്ടുവന്ന് വേണ്ട വിധത്തിലൊക്കെ ശുശ്രൂഷിച്ചു. ഒരു ദിവസം കുഞ്ഞോദയനൻ ചോദിച്ചു, കൊടുമല വാണുള്ള കുഞ്ഞി, നീ കൊടുമലയിലല്ലേ താമസിക്കുന്നത്, ആ കുഞ്ഞി നീ ഒരു കാര്യം, കൈമലെ വെറ്റില കൊടിയാളുന്നു, എൻ്റെ കയ്യിലിരുന്നിട്ട് ഇതാ വെറ്റിലങ്ങനെ കൊടിയാളുന്നു എന്ന് പറഞ്ഞാൽ വെറ്റിലക്കൊടി ധാരാളം എൻ്റെ കയ്യിൽ വെറ്റിലയിരിക്കുന്നു, 100 തേക്കുന്നു, ഒരു കണ്ടത്തിലെ അടയ്ക്ക നീ എനിക്ക് തരുമോ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് സമ്മതം ചോദിക്കുന്ന ഒരു രീതിയാണത്. ഉടൻ തന്നെ കുങ്കി എന്ന ഏറെ തെളിഞ്ഞു ചിരിക്കുന്നല്ലോ. കുങ്കിക്ക് അപ്പോഴേക്കും അസുഖങ്ങളൊക്കെ മാറി അവള് നല്ല ചിരി അങ്ങോട്ട് ചിരിച്ച വഴിക്ക് എന്തുണ്ടായി, ഓതേനൻ തച്ചോളി നല്ലോമന കുഞ്ഞോതേനൻ, ഉദയനൻ പാത്തിയിലും കൂടിയല്ലോ, ഉദയനനും കൂടി പാത്തിയിലേക്ക് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അവരുടെ വീഴ്ച ആ പാത്തിയിൽ എണ്ണപ്പാത്തിയിൽ വെച്ചായിരുന്നു. അത് തുടർന്ന് പല പ്രാവശ്യം തുടർന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കൊടുമലവാണുള്ള ഈ പാത്തിയിലിട്ടേക്കണ കുങ്കി അവൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി. അപ്പോൾ ഉദയനൻ അവിടുന്ന് പോവുകയും ചെയ്തു, പാത്തിയിൽ നിന്ന് കയറി പോവുകയും ചെയ്തു. കുഞ്ഞത് കണ്ടാച്ചേരി ചാപ്പനാ കാവലിരിക്കണേ. കണ്ടാച്ചേരി ചാപ്പനോട് ചാപ്പൻ ചോദിച്ചു, ആരാടി നിൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരം, അത് വന്ന് ചോദിക്കണ്ടോന്ന് ചോദിക്കുമ്പോൾ പറയുന്നു പറഞ്ഞു. അങ്ങനെ ചെന്ന് ഉദയനോട് പറഞ്ഞു, ഇന്ന പോലെ പറയുന്നുണ്ടല്ലോ. ഉദയനൻ ചെന്ന് ചോദിച്ചു, നീ ഗർഭിണിയാണെന്ന് പറയണം, ആ ഗർഭത്തിന് ഉത്തരവാദി ആരാ? ഉദയനൻ ഇവിടെ ഇരുന്നാൽ മാത്രം പോരാ, പാട്ടം പിരിക്കാനായിട്ട് നികുതി പിരിക്കാനും പോട്ടെ. അങ്ങനെ ഉദയനൻ കൊടുമല കുഞ്ഞിക്കണ്ണനെ കണ്ട് സംസാരിച്ച് പല വഴി പോയി, പല പ്രാവശ്യം പോയി, പലപ്പോഴായിട്ട് നെല്ലും പണവും എള്ളും ഏലം കായ സുഗന്ധദ്രവ്യങ്ങളും പണവും ഒക്കെ എന്തിനു പറയുന്നു, കാട്ടിലുള്ള ആനക്കുട്ടികളെ വരെ കപ്പമായിട്ട് തമ്പുരാന് കൊണ്ടു കൊടുത്തു. കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ഒക്കെ കൊണ്ടു കൊടുത്തു. അപ്പോൾ വേഗം ഇവിടെ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം ചെന്ന് ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വേഗം കോട്ടയ്ക്കകമാണ് തമ്പുരാൻ്റെ അടുത്തേക്ക് അവിടെ ചെന്ന് തമ്പുരാനെ തൊഴുതു കഴിഞ്ഞിട്ട് കുങ്കിയം കൊണ്ട് പോന്നു. അപ്പോൾ കുങ്കിയെ ഞാൻ ഇനി വിളിച്ചുകൊണ്ട് വന്നു തമ്പുരാനോട്. തമ്പുരാന് വളരെ സന്തോഷമായി. ഏറെ അഹങ്കാരിയായ ഈ കുങ്കിയെ ഓതേനൻ അടക്കി വാണൂലോ ഒതുക്കിയിലോ. ഉടൻ തന്നെ ആ പാട്ടം പിരിച്ചുള്ള പൊന്നൊക്കെ എടുത്ത് ആ പൊന്നും പണവും എല്ലാം എടുത്തിട്ട് പാട്ടാലെ പാതി കൊടുത്ത ഉദയനൻ പാട്ടം പിരിച്ചതിൽ നിന്ന് പകുതി ഉദയനന് കൊടുക്കുകയും ചെയ്തു. ഉദയനൻ ആ പൊന്നും പണവും കൊടുമല കുങ്കിയെയും കൊണ്ട് മേപ്പയിൽ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് കൊടുമല കുങ്കിയും തച്ചോളി ഉദയനനും തമ്മിലുള്ള ഒരു വീഴ്ചയുടെ ആരംഭം. ഓരോരോ ദിക്കിൽ പോയിട്ട് ഇങ്ങനെ ഉദയനന് ഓരോരോ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അതിലൊക്കെ മക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ സംരക്ഷിക്കും, അതൊക്കെ വേറെ. പക്ഷെ മേപ്പയിൽ വീട്ടിൽ സ്ഥിരമായി താമസിപ്പിക്കുന്നത് താൻ അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തു കൊണ്ടുവന്ന കാവിലും ചാത്തോത്ത് ചീരു അമ്മയെ മാത്രമാണ്. അമ്പാടി എന്ന തൻ്റെ മകനും മാത്രമുള്ളതാണ്. അതാണ് കുടുംബം അദ്ദേഹത്തിൻ്റെ. മറ്റുള്ളവരെയൊക്കെ ഓരോരോ സന്ദർഭങ്ങളിൽ വരുന്നു, രക്ഷിക്കേണ്ടി വരുമ്പോൾ രക്ഷിക്കുന്നു, സംരക്ഷിക്കേണ്ടി വരുമ്പോൾ സംരക്ഷിക്കുന്നു. അവരുമായിട്ട് കുറച്ച് നാൾ ബന്ധങ്ങളുണ്ടാവും, അതിൽ മക്കളും ഉണ്ടാവും, അവരെയും സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ മേപ്പയിൽ തറവാട്ടിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നു, ബന്ധുമര്യാദയ്ക്കൊന്ന് കയറി വരുന്നു, വല്ല വിശേഷങ്ങൾക്കും വിളിക്കുന്നു എന്നല്ലാതെ തൻ്റെ സ്വന്തം ഭാര്യയായ കാവിൽ ചാത്തോത്ത് ചീരുവിനെ അലോസരമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തികളും ഉദയനൻ ചെയ്യാറില്ല. അതാണ് ഉദയനൻ്റെ ഒരു പ്രത്യേകത. ഇതുവഴി അങ്ങനെ ഉദയനനും
കൊടുമല കുഞ്ഞിക്കുങ്കിയും തമ്മിലുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോയി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.